Hello, hi. Welcome to today's market updates. Today, April 10, 2026. ഫ്രൈഡേ ആണ്. സോ ഇന്ന് നമുക്കറിയാം 2 ദിവസം മുന്നേ ആയിട്ട് ഒരു സീസ് ഫയർ നടന്നിട്ടുണ്ടായിരുന്നു ഇറാനും US-ഉം തമ്മിൽ. സോ ആ ഒരു സീസ് ഫയർ എന്താ പറയാ പല സ്ഥലങ്ങളിലും അത് ബ്രേക്ക് ആയി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ കൂടെ അതിനകത്തുള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറന്നു കൊടുക്കും, അതിലൂടെ വെസൽസ് കടന്നു പോകണം എന്നുള്ളൊരു കാര്യമായിരുന്നു അല്ലേ. സോ 140ഓളം വെസൽസ് കടന്നു പോയിക്കൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് വെറും 5 വെസൽസ് മാത്രമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് ആ ഒരു എന്താ പറയാ അത് ആ ഒരു കാര്യം ഗോൾഡിന്റെ പ്രൈസിനെയും നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു വീക്കെൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു വീക്കെൻഡിൽ ഇസ്ലാമാബാദ് പാകിസ്ഥാനിൽ വെച്ചിട്ട് എന്താ പറയാ നമ്മളുടെ US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനും തമ്മിലുള്ള മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിംഗ് അലസിപ്പിരിയോ അതോ നല്ല രീതിയിൽ പോകുമോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അതുകൊണ്ടിട്ട് തന്നെ വീക്കെൻഡിൽ നമ്മൾ ഗോൾഡിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ അതേപോലെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് നമുക്ക് CPIയുടെ ഡേറ്റ ഉണ്ട്. CPIയുടെ ഡേറ്റയ്ക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇന്നലെ വൈകുന്നേരം നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിന്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിന് ന്യൂസ് വന്നപ്പോൾ ആക്ച്വലി അത് US ഡോളറിന് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. അതുകൊണ്ടിട്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ആ ഒരു ന്യൂസ് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ എക്കണോമിക് കലണ്ടർ അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമ്മളുടെ റേഞ്ചിലോട്ട് പോകാം. ഇന്ന് നമ്മുടെ ഗോൾഡിന്റെ റേഞ്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം ഇത് CPIയുടെ ഡേറ്റ വന്നതിന് ശേഷം എന്തായി തീരും എന്നുള്ള കാര്യം എനിക്കറിയില്ല. CPIയുടെ ഡേറ്റ വരെയുള്ളൊരു കാര്യമാണ്, വാലിഡിറ്റി ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ച് ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ 4690 ടു 4830 വരെയാണ് ഇന്നത്തെ US സെഷൻ വരെയുള്ള റേഞ്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ നമ്മൾ GBP USD നമ്മൾ പറഞ്ഞു പോകുമ്പോൾ GBP ഇന്ന് 1.3380 ടു 1.3480 വരെയാണ് ഇന്നത്തെ GBPയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ USD JPYയുടെ റേഞ്ച് 158.50 ടു 160 വരെയാണ് ഇന്നത്തെ USD JPYയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂറോ USDയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1.1620 ടു 1.1750. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അവർ എയിം ഇസ് ടു പ്രൊട്ടക്ട് അവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് അവർ വെൽത്ത്. Thank you so much.